ആകുന്നു, ആയിരുന്നു, ആയിരിക്കും, ഉണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ടായിരിക്കും. ഈ വേർഡ്സ് ഒക്കെ നമ്മൾ റെഗുലർ ലൈഫിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കിയാലോ. സോ ഫസ്റ്റ് വേർഡ് ആകുന്നു, അല്ലെങ്കിൽ ആണ് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? എൻ്റെ പേര് ഇതാണ് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? മൈ നെയിം ഈസ്. അപ്പോൾ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് വരുന്നത് ഈസ് ആണ്. ഈസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലാണ് ഈസ് യൂസ് ചെയ്യുക. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആർ യൂസ് ചെയ്യും. ഈസ് അല്ലെങ്കിൽ ആർ ആണ് ആകുന്നു എന്ന് പറഞ്ഞ വേർഡിന്റെ ഇംഗ്ലീഷ് മീനിങ്. ഇനി ആയിരുന്നു എന്ന് പറയുമ്പോൾ ആകുന്നു എന്ന് പറഞ്ഞ വേർഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ആയിരുന്നു. സോ ആയിരുന്നു എന്നുള്ളത് അപ്പോൾ അതിന്റെ മീനിങ് എന്തായിരിക്കും? ഈസ് അല്ലെങ്കിൽ ആറിന്റെ പാസ്റ്റ് ആയിരിക്കും. എന്താണ് ഈസിന്റെ അല്ലെങ്കിൽ ആറിന്റെ പാസ്റ്റ്? വാസ് ഓർ വേർ. സോ ആയിരുന്നു എന്ന് പറയുന്നതിന് നമ്മൾ വാസ് അല്ലെങ്കിൽ വേർ എന്ന് യൂസ് ചെയ്യും. നെക്സ്റ്റ് വേർഡ് ആയിരിക്കും. ആയിരിക്കും എന്ന് പറയുന്നത് ആകുന്നുവിൻ്റെ ഫ്യൂച്ചർ ടെൻസിലുള്ള വേർഡാണ്. ആയിരിക്കും എന്ന് പറയുമ്പോൾ അപ്പം എന്തായിരിക്കും? വിൽ ബി. നാളെ ഞാൻ ഇവിടെ ആയിരിക്കും, നാളെ മഴ പെയ്യുമായിരിക്കും, ഐ വിൽ ബി ദെയർ ടുമോറോ എന്ന് പറയുന്നതിന് നമ്മൾ വിൽ ബി എന്ന് യൂസ് ചെയ്യും. ആയിരിക്കും, വിൽ ബി. നെക്സ്റ്റ് വേർഡ് വരുന്നത് ഉണ്ട്. ഉണ്ട്, ഒരു സാധനം ഒരു സ്ഥലത്തുണ്ട് എന്ന് പറയുന്നതിന് നമ്മൾ there ഈസ് എന്ന് പറയും. ഉണ്ട് എന്നുള്ളതിന് നമ്മൾ there ഈസ് എന്ന് പറയും. സോ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉണ്ടിന്റെ പാസ്റ്റ് ആണ്. അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈസിന്റെ പാസ്റ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടില്ലേ. ഈസിന്റെ പാസ്റ്റ് വാസ് ആണ്. സോ there വാസ് ആണ് ഉണ്ടായിരുന്നു. ഇനി ഉണ്ടായിരിക്കും, നാളെ അവിടെ ഉണ്ടാവുമായിരിക്കും എന്നുള്ളതിന് പറയുന്നത് അതൊരു ഫ്യൂച്ചർ ടെൻസിൽ പറയുന്നതാണ്. അപ്പോൾ ഉണ്ടായിരിക്കും എന്നുള്ളതിന് എന്തായിരിക്കും? ആയിരിക്കും എന്നുള്ളതിന് വിൽ ബി. സോ ഉണ്ടായിരിക്കും എന്നുള്ളതിന് there will be. there will be. സോ ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഡെയിലി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മിത്രയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു. English Mitra. Stop worrying, start learning.